അപ്പൊ എല്ലാവർക്കും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിന്റെ പാർട്ട് 2 സ്വാഗതം. അപ്പൊ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഇൻവെസ്റ്റിംഗ് എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും നടത്താത്ത ഒരു വ്യക്തിയുടെ ലൈഫിന്റെ ഒരു പാത്ത് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എവിടെയൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ക്യാപിറ്റലിന് മാക്സിമം ഗ്രോത്ത് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് ആൾക്കാരെ 3 ടൈപ്പ് അല്ലെങ്കിൽ 3 കാറ്റഗറിയിൽ ക്ലാസിഫൈ ചെയ്യാം അല്ലെ. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഹൈ റിസ്ക് എടുക്കുന്ന ആൾക്കാരാണ് അല്ലെ. മൈൻഡ് സെറ്റിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. ഹൈ റിസ്ക് എടുക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഉയർന്ന റിസ്ക് എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരാണ് സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി ഹൈ റിസ്ക് ആണ്. സെക്കൻഡ് വരുന്നത് മോഡറേറ്റ് റിസ്ക് ആണ് അല്ലെ. അപ്പോൾ അവരെന്താ ചെയ്യുക, അല്ലെങ്കിൽ ഇടത്തരം രീതിയിൽ റിസ്ക് എടുക്കുന്ന ആൾക്കാരാണ്. അവർ കൂടുതലും മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുക, അതുപോലെ തന്നെ ഹൈബ്രിഡ് ഫണ്ടുകൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ കൂടുതലായിട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് കാറ്റഗറി വരുന്നത് സീറോ റിസ്ക് ആണ് അല്ലെ. 0 റിസ്ക് ആണ് അവരെടുക്കുന്നത്. അവർ ക്യാപിറ്റൽ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കും അല്ലെ. അവർ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, അതുപോലെ തന്നെ ഗോൾഡ് അല്ലെങ്കിൽ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്സിലൊക്കെയാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3 കാറ്റഗറിയിലാണ് ആൾക്കാരെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്ന് ഫസ്റ്റ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ ഏതൊക്കെ മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് തിരഞ്ഞെടുക്കുക അല്ലെ. ഹൈ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഹൈ റിട്ടേൺസ് കിട്ടും അല്ലെ. അപ്പോൾ അതുപോലെ തന്നെ വേർ ടു ഇൻവെസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ടോപ്പിക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റിംഗിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് കാറ്റഗറി വരുന്നത് ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്സ് ആണ് അല്ലെ. ഒരു നിശ്ചിത കാലയളവിൽ നിശ്ചിത പലിശ തരുന്ന അല്ലെങ്കിൽ നിശ്ചിത വരുമാനം തരുന്ന മേഖലകളെയാണ് അല്ലെ, അല്ലെങ്കിൽ ഉപകരണങ്ങളെയാണ് നമ്മൾ ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുക. ഇവിടെ എന്താണ്, റിസ്ക് കുറവായിരിക്കും അല്ലെ. ക്യാപിറ്റൽ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, റിസ്ക് കുറവായിരിക്കും അല്ലെ. അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, എഫ് ഡിസ് ഉണ്ട് അല്ലെ, ബാങ്കുകൾ ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകളൊക്കെ ഓഫർ ചെയ്യുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീംസ് ഉണ്ട്. സെക്കൻഡ് പ്രൊവിഡന്റ് ഫണ്ട്സ് ഉണ്ട് അല്ലെ, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് ബോൺസ് ഉണ്ട്, കോർപ്പറേറ്റ് ബോൺസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്സിൽ വരിക. ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്സ് ആർ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് വേർ യുവർ പ്രിൻസിപ്പൽ എമൗണ്ട് ദാറ്റ് ഈസ് പെർസീവ്ഡ് ടു ബി സേഫ് അല്ലെ. നമ്മളെ ഉള്ള ക്യാപിറ്റൽ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. നമുക്ക് ആ ഒരു എവിടെയാണോ നിക്ഷേപിക്കുന്ന ആ ഒരു എൻറ്റിറ്റി നമുക്ക് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് തരും അല്ലെ. ഇത് എൻറ്റിറ്റി പേസ് ആൻഡ് ഇൻട്രസ്റ്റ് എമൗണ്ട് ഓൺ ദ പ്രിൻസിപ്പൽ യു ഇൻവെസ്റ്റ്. ബേസിക് എക്സാമ്പിൾ ബാങ്കിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളാണ് ഇതിന് ബേസിക് എക്സാമ്പിൾ വരുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് എപ്പോഴായിരിക്കും, അത് ക്വാർട്ടർലി അല്ലെങ്കിൽ സെമി ആനുവൽ ഓർ ആനുവൽ പീരീഡിലായിരിക്കും നമുക്ക് തരുന്നത് അല്ലെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഇക്വിറ്റീസ് ആണ്. ഇക്വിറ്റീസ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈങ് ഷെയർസ് ഓഫ് പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസ്. ഇക്വിറ്റി മീൻസ് ഓണർഷിപ്പ് ഓഫ് എ കമ്പനി എന്നാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇക്വിറ്റീസ് ഇൻവോൾവ്സ് ബൈങ് ഷെയർസ് ഓഫ് പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസ് അല്ലെ. പബ്ലിക്കലി ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിന്റെ ഷെയർ നമ്മൾ വാങ്ങിക്കുക, അതുപോലെ തന്നെ വിൽക്കുക അല്ലെ. അത് എവിടെയാണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE, അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE. അപ്പോൾ എവിടെയൊക്കെയാണ് ഈ ഒരു ട്രേഡും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസ് എന്നൊക്കെ നമുക്ക് പഠിക്കാം. അത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നെക്സ്റ്റ് ക്ലാസ് മുതലാണ് കിടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ when an investor invests in equities unlike a fixed income instruments there is no capital guarantee അല്ലെ. ഇവിടെ റിസ്ക് കൂടുതലാണ്. നമ്മൾ ഹൈ റിസ്ക് കാറ്റഗറൈസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റിസ്ക് കൂടുതലാണ്. അതുപോലെ തന്നെ റിട്ടേൺസ് ആണെങ്കിൽ 12% നമുക്ക് കിട്ടാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവോൾവ്സ് ട്രാൻസാക്ടിങ് കൊമേഴ്ഷ്യൽ ആൻഡ് നോൺ കൊമേഴ്ഷ്യൽ ലാൻഡ് അല്ലെ. നമ്മൾ സ്ഥലങ്ങൾ വാങ്ങിക്കുക അല്ലെ, സ്ഥലങ്ങൾ വാങ്ങിച്ചിടുക. അതുപോലെ തന്നെ ഇൻക്ലൂഡ്സ് വേക്കൻറ്റ് പ്ലോട്ട്സ്, അപ്പാർട്ട്മെന്റ്സ്, കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിടുക. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്ന് നമുക്ക് 2 തരം വരുമാനമാണ് കിട്ടുക. ഫസ്റ്റ് റെന്റൽ ഇൻകം, നെക്സ്റ്റ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് അല്ലെ. അപ്പോൾ റെന്റ് എന്താണ് 2 to 3% ആണ്, പക്ഷെ അത് അട്രാക്റ്റീവ് അല്ല. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഇച്ചിരി കോംപ്ലക്സ് ആണ് അല്ലെ, ഇച്ചിരി ടൈം എടുക്കുന്ന പ്രൊസീജിയേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കോംപ്ലക്സ് ആണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് കൊമോഡിറ്റീസ് ഓർ ദ ബുലിയൻ. എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ എന്താണ്, ഗോൾഡ് സിൽവർ പർച്ചേസ് ചെയ്ത് വെക്കുക അല്ലെ. The gold and silver are considered one of the most popular investment options. Gold and silver over the long term have appreciated. Investments in these metals have yielded a compounded annual growth rate of 5 to 8% അല്ലെ. നല്ല രീതിയിൽ റിട്ടേൺസ് വരുന്നുണ്ട്. ഒരു റിസ്ക് കുറവായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക്, ലോ റിസ്ക് അപ്പറ്റൈറ്റ് ഉള്ള ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു മേഖലയാണ് ഈ ഒരു കൊമോഡിറ്റീസ് അല്ലെങ്കിൽ ബുലിയൻ അല്ലെ. ഓക്കെ,
അപ്പോൾ നമ്മൾ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ റിസ്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സിനെ കാറ്റഗറൈസ് ചെയ്യാം, അതുപോലെ തന്നെ ഡൈവേഴ്സിഫൈ ചെയ്യാം അല്ലെ. അപ്പോൾ നിങ്ങളൊരു യങ് പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യുക, അലോക്കേറ്റ് 60% ഓഫ് യുവർ ഇൻവെസ്റ്റബിൾ എമൗണ്ട് ഇൻ ഇക്വിറ്റി അല്ലെ. 60% നിങ്ങൾക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ 20% പ്രഷ്യസ് മെറ്റൽസ് അല്ലെങ്കിൽ ഗോൾഡ്, സിൽവർ അതുപോലുള്ള മെറ്റൽസിൽ, അതുപോലെ തന്നെ ബാലൻസ് 20% നിങ്ങൾക്ക് ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്സിലും ചെയ്യാം. നിങ്ങളൊരു റിട്ടയർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 80% ഫിക്സഡ് ഇൻകത്തിനും അതുപോലെ തന്നെ 10% ഇക്വിറ്റീസിലും 10% പ്രഷ്യസ് മെറ്റൽസിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒരു ബേസിക് ക്ലാസ് ആണ്. അപ്പോൾ അടുത്ത ക്ലാസ് മുതലായിരിക്കും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.